Welcome to Garam Masala, the magic spices of cooking. Chakka Madal Fry. ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ചക്ക മടൽ ഫ്രൈ തയ്യാറാക്കി എടുക്കാം. ടേസ്റ്റി ആയ ഒരു ഡിഷാണ് ഇത്. ഇതിനെ നമുക്ക് റൈസിന്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷ് ആയി സെർവ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനെ ചായയുടെ കൂടെ നല്ലൊരു സ്നാക്ക് ആയി സെർവ് ചെയ്യാം. നമുക്ക് ഈ ചക്ക മടൽ ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് നല്ല പച്ച ചക്കയുടെ മടലാണ് എടുക്കേണ്ടത്. ഏറ്റവും നല്ലത് പച്ച ചക്കയുടെ മടലാണ്. പഴുത്ത ചക്കയുടെ മടൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ചക്കയെ ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഈ ചക്കയുടെ പുറത്തുള്ള ഈ പച്ച മുള്ള് മുറിച്ചു മാറ്റുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചക്കയുടെ ചുളയെല്ലാം പറിച്ചെടുക്കാം. ഇതേ ചക്കയുടെ ചവണി ഉപയോഗിച്ച് ഞാൻ ചവണി മിക്സ്ചർ കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചവണി കൂടെ മുറിച്ച് മാറ്റി വെക്കുകയാണ്. ഈ മടലാണ് നമ്മൾ ചക്ക മടൽ ഫ്രൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന്റെ പുറത്തുള്ള ഈ പച്ച ഭാഗം മുറിച്ചു മാറ്റാം. ഇങ്ങനെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് കിട്ടും നമുക്ക്. ഒരു അരമുറി ചക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ചക്കയിൽ നിന്നും കിട്ടിയ ചക്ക മടലാണിത്. അതിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ള ചക്കയുടെ ചവണിയാണിത്. ഇനി നമുക്ക് ഈ ചക്ക മടലിനെ മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി സ്ലൈസ് ചെയ്യുന്നത് പോലെ തന്നെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക മടലാണിത്. ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ചക്ക മടലിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അടുത്തതായി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇത് ഞാൻ അരച്ചു വെച്ചിട്ടുള്ള മഞ്ഞളാണ്. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് മുളക് പൊടി ഒഴിവാക്കാം. മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചക്കമടലിനെ നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കാം. അതിനുശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അരമണിക്കൂറിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയാണിത്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കമടലിൽ നിന്നും ഓരോ പീസായി എടുത്ത് എണ്ണയിലോട്ട് ഇടാം. നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ചക്കമടലിനെ മാറ്റേണ്ടത്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആയി വന്നാൽ മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ബഞ്ച് ചക്കമടൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചക്കമടലുകൾ കൂടെ ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചക്ക മടൽ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുപോലെ നല്ല ചൂടുള്ള ചായയുടെ കൂടെയും നമുക്കിതിനെ നല്ലൊരു സ്നാക്ക് ആയി സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.